ഹലോ, രജീഷാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സൈബീരിയയിലെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ പുറകിലൊരു പള്ളി കാണുന്നുണ്ടോ? സെൻറ്റ് നിക്കോളാസ് ചർച്ച്, ഓർത്തഡോക്സ് ചർച്ചാണ്. ഇവിടെ ചർച്ചുകളും അമ്പലങ്ങളെല്ലാം കുറവാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലം സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് എല്ലാം തകർക്കപ്പെട്ട് പോയതാണ്. അപ്പോൾ ഇതൊരു ചെറിയ ചർച്ചാണ്. പുതിയ വലിയ പള്ളികളും സംഭവങ്ങളൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്, എല്ലാം കണ്ടുപിടിച്ച് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസിൽ ഈ പള്ളിയുടെ ദൃശ്യങ്ങൾ കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീർത്ത് കുറവാണ്. ഒരുപക്ഷെ സൈബീരിയയിലെ കാഴ്ചകൾ കൂടുതലും മനോഹരങ്ങളാകുന്നത് ഈ മഞ്ഞുകാലം കഴിഞ്ഞാലാണ്. ഇപ്പം മഞ്ഞൊക്കെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം -4 ഇവിടെ തണുപ്പ്. അപ്പോൾ ഒരു മാസത്തോടെ കഴിയുമ്പോഴേക്കും കൂടുതൽ പ്രകൃതി ഇവിടെ അടിപൊളി നല്ല മനോഹരമായ കാഴ്ചകളായിരിക്കും. അന്നേരം നമുക്ക് കൂടുതൽ മനോഹരമായ ദൃശ്യങ്ങൾ വീക്ഷിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ഉണ്ടാകണം. എന്തായാലും നമുക്ക് ഇന്ന് ഈ വീഡിയോസ് ഈ പള്ളിയുടെ ദൃശ്യങ്ങൾ കാണാം. ഈ പള്ളി ഒരു 1913-14 എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോസിൽ എനിക്കറിയാവുന്ന ഞാൻ ശേഖരിച്ച വിവരങ്ങൾ ഞാൻ പറയാം. ഇവിടെ ആർക്കും ഇംഗ്ലീഷൊന്നും അറിയത്തൊന്നുമില്ല, റഷ്യൻ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തായാലും വീഡിയോസ് കാണാം. ഓക്കെ, അടുത്ത വീഡിയോസിൽ നമുക്ക് കൂടുതൽ മനോഹരമായ ദൃശ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. പള്ളിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ പള്ളി എവിടെ എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. അത് ശരിയാണോ? എന്തായാലും നമുക്ക് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് പള്ളിയുടെ അടുത്തേക്ക് പോകാം. എന്തായാലും ഞാൻ നടക്കുമല്ലേ, അപ്പം നിങ്ങളും ഒപ്പം നടന്നോളൂ. കാരണം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പോകാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. നമ്മുടെ വലതുവശത്തായിട്ട് ഇപ്പോൾ കാണുന്നത് അതും ഒരു ചർച്ച് തന്നെയാണ്. എന്നാൽ അതിപ്പോൾ ഒരു മ്യൂസിയമാണ്. അതിനുള്ളിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് മുതലുണ്ടായിരുന്ന ചില ചരിത്ര പ്രധാന സംഭവങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും സന്ദർശനമില്ല. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് വരും എപ്പിസോഡുകളിൽ എന്തായാലും ചെയ്യാം. ഇപ്പോൾ മഞ്ഞ് ഉരുകി തുടങ്ങുന്ന സമയമാണ്. ഫെബ്രുവരി കഴിഞ്ഞ് ഇപ്പോൾ മാർച്ച് മാസം സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് വഴി ഇപ്പം കാണാം, മുൻവശം മുഴുവൻ ഒരുമാതിരി ചെളി പോലെയാണ്, നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ടൗൺ സൈഡ് ആയതുകൊണ്ട് ഇത്രയും കുഴപ്പമുള്ളൂ. പക്ഷേങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ മുട്ടപ്പം തന്നെ ചെളിയായിരിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു കാരണവശാലും കെട്ടിടത്തിൻ്റെ സൈഡ് ചേർന്ന് നമ്മൾ നടക്കാൻ പാടില്ല. നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് ഐസ് കട്ടകൾ വന്ന് പതിക്കാൻ സാധ്യതയുണ്ട്. കാരണം മഞ്ഞുരുങ്ങി തുടങ്ങുന്ന സമയമായതിനാൽ കെട്ടിടത്തിന് മുകളിൽ നല്ല കനത്തിലാണ് മഞ്ഞ് കിടക്കുന്നത്. അത് ഐസ് കട്ടയായിട്ടും അല്ലാതെ വെള്ളമായിട്ടും താഴേക്ക് എപ്പോഴും പതിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മുൻവശത്തായിട്ട് വലത് സൈഡിൽ കാണുന്നത് ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇപ്പം കടന്നുപോയ ബസ്, അതായത് ഇലക്ട്രിക്കൽ ബസ്സാണ്. ഇവിടെ എല്ലാത്തരം ബസ്സുകളുണ്ട്, അല്ലാതെ നോർമലായിട്ടുള്ള ബസ് സർവീസുകളെല്ലാം ഉണ്ട്. പിന്നെ കൂടുതലും ട്രാംവേ ഉണ്ട് സർവീസ് നടത്തുന്നത്. എല്ലാം ചാർജ് കുറവാണ്. 30 രൂപ 23 രൂപ നിരക്കാണ് കൂടുതലും. പിന്നെ മെട്രോ സർവീസുകളെല്ലാം ഭൂഗർഭ വഴിയാണ്. മെട്രോ സർവീസിന് 23 രൂപയാണ് വൺ സൈഡ്. അത് ഇപ്പോൾ കൂടിയതാണ്, ഇനിയിപ്പം വരും മാസങ്ങളിലും കൂടുമെന്ന അറിവ് കേട്ടു. ഇതിപ്പോൾ ഇവിടുത്തെ നോർമലായിട്ടുള്ള ബസ്സാണ്. എല്ലാ ബോർഡുകളെല്ലാം തന്നെ റഷ്യൻ ലാംഗ്വേജിലാണ് വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലായിട്ടുള്ള യാതൊരു ബോർഡ് ഇവിടെ വെക്കാറില്ല. പിന്നെ ബസ് നമ്പറുകളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ പോകുവാനായിട്ട്. വലത് സൈഡിലായിട്ട് കാണുന്നത് ഒരു പാർക്കാണ്. അതിപ്പോൾ മഞ്ഞ് മൂടി കിടക്കുവാണ്. മഞ്ഞ് മൂടി കിടക്കുന്നതിനാൽ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഇതിപ്പോൾ ഒരു 4 അടി കനത്തിൽ ഇപ്പം നല്ല ഐസ് മഞ്ഞ് കട്ടയായിട്ട് കിടക്കുവാണ് മൊത്തം. ഇനി ഇതെല്ലാം മൊത്തം ക്ലീൻ ചെയ്ത് മാറ്റേണ്ടി വരും. അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ചർച്ച്. എന്നാൽ ചർച്ചിനൊരു ചരിത്ര പ്രധാനമായൊരു സംഭവമുണ്ട്. അത് ഞാൻ ഞാൻ പറയാം. ഇപ്പോൾ
ഇപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് തന്നെ പോകാം. കുറച്ച് ദൂരമേ നടക്കാനുള്ളൂ. എന്നാലും കാഴ്ചകളൊക്കെ കണ്ടുപോകുന്ന ഒരു സുഖമല്ലേ. ഇങ്ങോട്ട് നോക്കി എത്ര ആഹ്ലാദരായിട്ട് ഇവിടെയുള്ള ജനങ്ങളൊക്കെ നടക്കുന്നത്. അവർക്ക് തണുപ്പും സംഭവങ്ങളൊന്നും ഒരു വിഷയമല്ല. -50 -45 വരെ അതിജീവിച്ചിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത്. ഇപ്പം നമുക്ക് മുന്നിൽ ഒരു സിഗ്നൽ കൂടി ഉണ്ട്. ആ സിഗ്നലിലൂടെ നമുക്ക് ക്രോസ് ചെയ്യണം. ഇപ്പം വലത് സൈഡിലായിട്ടൊരു നീല കോട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, അത് യാചകർ ഇവിടെ കുറവാണ്. എന്നാലൊരു അമ്മയാണ്, ഞാൻ അവരെ സഹായിച്ചിട്ടാണ് ഞാൻ കടന്നു പോകുന്നത് തന്നെ. ഇവിടെ അങ്ങനെ യാചകരൊക്കെ കുറവാണ്. പിന്നെ കൂടുതലും ഇവിടെ ബോർഡർ സൈഡുകളിൽ നിന്ന് തജിക്കിസ്ഥാന്, ഉസ്ബെക്കിസ്ഥാന്, കസാഖിസ്ഥാന് ആ സൈഡുകളിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അവിടെ നിന്നുള്ളവരാണ് ഇവിടെ കൂടുതലും ജോലി ചെയ്യുന്നതും. കാരണം അവർക്ക് ഇവിടേക്ക് വന്ന് ജോലി ചെയ്യുന്നതിന് വിസയുടെ കാര്യമില്ല. ഇതിപ്പം മഴ പെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇത് മഴ പെയ്തതല്ല, ഇത് ഐസ് ഉരുകി വെള്ളമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ മുന്നിൽ കാണുന്ന ഫുട്പാത്തുകളിൽ. എന്നാൽ കൂടുതലും ഇതിപ്പോൾ രാത്രി കാലങ്ങളിലെല്ലാം തന്നെ ഇതെല്ലാം മൊത്തം ക്ലീൻ ചെയ്ത് വാരി കളഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പം കുറേയൊക്കെ കുത്തി പൊളിച്ച് കളഞ്ഞതാണ്. കൂടുതലും കമ്പിപ്പാരയ്ക്കും ചുറ്റിയൊക്കെ തല്ലിപ്പൊടിച്ചാണ് ഐസ് ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുന്നിലായിട്ട് ഒരു സിഗ്നൽ കൂടിയുണ്ട്. ആ സിഗ്നൽ കൂടി നമുക്ക് ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പള്ളി ഇപ്പം നിൽക്കുന്ന ഒരു സെൻട്രലായിട്ടാണ്. കാരണം അപ്രവശവും ഇപ്രവശവും രണ്ട് സൈഡിൽ കൂടിയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് ഈ പള്ളി ഇപ്പം പണിതിരിക്കുന്നത്. നമുക്ക് ആ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് അപ്പുറത്തൂടെ നടന്ന് ഇങ്ങോട്ട് വരേണ്ടി വരും. വലത് സൈഡിലായിട്ട് 2 പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അവരവിടെ സിഗരറ്റ് വലിക്കുകയാണ്. എന്നാലും സ്മോക്കിംഗ് ഇവിടെ അലൗഡാണ്. പബ്ലിക് പ്ലേസുകളിൽ സ്മോക്കിംഗ് ഡ്രിങ്കിങ് യാതൊരു കുഴപ്പമില്ല. എന്നാൽ അവർ ബോധവാന്മാരാണ്. മറ്റുള്ളവർക്ക് യാതൊരു രീതിയിലും അവർ ശല്യം ഉണ്ടാക്കുകയില്ല. എന്നാൽ തന്നെ വലിച്ച സിഗരറ്റ് കുറ്റികൾ അലക്ഷ്യമായിട്ട് ആരും തന്നെ വലിച്ചെറിയാറില്ല. അതുപോലെ തന്നെ മദ്യക്കുപ്പികളോ ഒരു കാരണവശാലും വലിച്ചെറിയാറില്ല. തല്ലിപ്പൊട്ടിച്ച് ഒരു റോഡ് സൈഡിൽ ഇടത്തുമില്ല. അതൊക്കെ നിക്ഷേപിക്കാനുള്ള അതാത് വസ്തുതകൾ ഓരോ സ്ഥലത്തും ഗവൺമെൻറ് ഇവിടുത്തെ പബ്ലിക് സ്ഥലങ്ങളിലെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു റോഡൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പള്ളിയുടെ അടുത്തെത്തും. അപ്പോൾ ഞാൻ പള്ളിയുടെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ പറയാം. പള്ളിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇതെല്ലാം ഞാൻ ആരോടും ചോദിച്ചറിഞ്ഞതല്ല, ഇതെല്ലാം ഞാൻ സ്വയം കണ്ടുപിടിച്ചതാണ്. കുറേയൊക്കെ പള്ളികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളികളിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ഞാൻ വായിച്ചെടുക്കാൻ നോക്കി. പക്ഷേങ്കിൽ കഴിഞ്ഞില്ല. അത് വളരെ പഴയ രീതിയിലുള്ള റഷ്യൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ. ഇതാണ് സെയിൻറ്റ് നിക്കോളാസ് റഷ്യൻ ഓർത്തഡോക്സ് ചാപ്പൽ. പള്ളി പണിതയാളുടെ പേരാണ് ആൻഡ്രോ ട്രൈച്ച്കോവ്. ഇതിന് രസകരമായൊരു ചരിത്രമുണ്ട്. 1914 ജൂലൈ 20 ഈ ചാപ്പൽ സ്ഥാപിച്ചത്. ഇവിടുത്തെ വിശ്വസ്തരുടെ സംഭാവനകളാൽ നിർമ്മിച്ച കെട്ടിടമാണിത്. 1915 ഒക്ടോബർ 27 ഇടവകക്കാർക്കായി ചാപ്പലിൻ്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. നിർഭാഗ്യവശാൽ അതിൻ്റെ നിലനിൽപ്പിന് 15 വർഷത്തിന് ശേഷം 1930കളിൽ നടന്ന പള്ളികൾ അടച്ചുപൂട്ടുന്നതിനും പുരോഹിതന്മാരെ അടിച്ചമർത്തുന്നതിനുമുള്ള പ്രചാരണ വേളയിൽ സോവിയറ്റ് അധികൃതർ ഇത് നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതിൽ എഴുതി വച്ചിരിക്കുന്നത് അത് റഷ്യൻ ലാംഗ്വേജാണ്. ഇത് ഞാൻ ഫോട്ടോസ് എടുത്തുകൊണ്ട് പോയി ഇത് ഞാൻ ഒന്ന് വായിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞത് ആ പ്രചാരവേളയിൽ സോവിയറ്റ് അധികൃതർ ഇത് നശിപ്പിച്ചിട്ട് സെന്റ് നിക്കോളാസിന്റെ ചാപ്പലിന് പകരം സ്റ്റാലിന്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് അത് മാറ്റപ്പെടുകയും ചാപ്പലിന്റെ നിർമ്മാണം 1991 ആരംഭിക്കുകയും ചെയ്തു. ഒടുവിൽ 1993 ഈ നഗരത്തിന്റെ ശതാബ്ദിക്കായി പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത്.
ട്രാഫിക് പ്രവാഹം കണക്കിലെടുത്തിരിക്കുന്നതിനാൽ ഈ ചാപ്പലിൻ്റെ പുതിയ സ്ഥാനം പഴയ സ്ഥലത്തേക്കാൾ അല്പം വ്യത്യസ്തമാണ്. ഈ ചാപ്പൽ വിവാഹിതർക്ക് ഒരു പ്രധാന സ്ഥലവുമാണ്. ഇപ്പോൾ ശരിക്കും തിരക്കേറിയ സ്ഥലത്താണിത്. അതിനാൽ ഇവിടേക്ക് സമീപിക്കുമ്പോൾ ട്രാഫിക് കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ഇതൊരു ഷോപ്പിംഗ് മാളാണ്. സൈബീരിയയിലെ കൂടുതൽ ഷോപ്പിംഗ് മാളുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ആ സിഗ്നൽ ക്രോസ് ചെയ്താണ് നമ്മൾ ഇവിടേക്ക് വന്നത്. രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പൂക്കളാൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. നല്ല സീനറി ആയിരിക്കും. ഈ മുൻവശം എല്ലാം കാണാൻ മൊത്തം പൂക്കളായിരിക്കും. സൈഡുകളിൽ കാണുന്ന എല്ലാം ഫ്ലാറ്റുകളാണ്. സോവിയറ്റ് യൂണിയൻ്റെ ഭരണകാലം, കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തുള്ള നല്ല കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച, കൂടുതലും തൊഴിലാളികളെ വെച്ച്, അതായത് ജയിൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് നിർമ്മിച്ചതാണ് കൂടുതലും ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ. ഇന്നും ആ പഴമയുടെ ഒരു പ്രൗഢി അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ. ഈ പള്ളിയുടെ മേൽക്കൂര ചാര നിറത്തിലായിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ താഴ്ഭാഗം വെള്ള കളറിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ പ്രധാന കേന്ദ്രത്തിൽ സ്വർണം പൂശിയ താഴികക്കുടവും 2 ചെറിയ താഴികക്കുടങ്ങളുണ്ട്. ഒരു താഴികക്കുടം മറുഭാഗത്തായിട്ടാണ്. ഇവയ്ക്കെല്ലാം മുകളിൽ സ്വർണത്തിൽ തീർത്ത കുരിശുകളുമുണ്ട്. ഇതാണ് പള്ളിയുടെ മുൻവശം. മുൻവശത്തെ തടിവാതിലിന് മുകളിലായിട്ട് സെയിന്റ് നിക്കോളാസിന്റെ ചിത്രങ്ങളും കാണും. സെയിന്റ് നിക്കോളാസിനായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി പള്ളികളും ചാപ്പലുകളും റഷ്യയിൽ ഉണ്ട്. മറ്റൊരു വലിയ ചാപ്പൽ ഈ നഗരത്തിൽ കുറച്ച് അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം. ഈ പ്രദേശത്ത് നിരവധി സ്മാരകങ്ങളും ആകർഷണങ്ങളും വേറെയുമുണ്ട്. എന്തായാലും ഈ മഞ്ഞുകാലം ഒന്ന് കഴിയുന്നതോടെ കൂടുതൽ മനോഹരമാകും നഗരവും പ്രകൃതിയും എല്ലാം തന്നെ. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുകൾ ചെയ്യാം. അപ്പോൾ കൂടുതൽ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വീക്ഷിക്കാൻ കഴിയുക. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നിങ്ങൾക്ക് ഈ ചാനൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വലത് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഓപ്ഷനുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. സൈബീരിയയിലെ കൂടുതൽ മനോഹരമായ ദൃശ്യങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.